വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം. ഹല്ലേലൂയ. ഞാൻ ബ്രദർ ജോസ് പുലിക്കോട്ടിലാണ്. ഞങ്ങളുടെ മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ ശുശ്രൂഷകനാണ്. ഞങ്ങൾ ഹോളി ഫയർ മിനിസ്ട്രിക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറന്നു തരണമേ. വചനം ഗ്രഹിക്കാൻ ഞങ്ങളുടെ മനസ്സുകളെ തുറന്നു തരണമേ. എൻ്റെ അതരത്തിലൂടെ അങ്ങ് തന്നെ സംസാരിക്കണമേ. മോശയുടെ അതരത്തിലൂടെ അങ്ങ് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചതുപോലെ എൻ്റെ അതരത്തിലൂടെ എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള ദൈവജനത്തോട് അങ്ങ് സംസാരിക്കണമേ. അവർക്ക് വചനം ശ്രവിക്കുവാനും വചനം ഗ്രഹിക്കുവാനുമുള്ള കൃപ സ്വർഗം തുറന്ന് അവർക്ക് നൽകണമേ. അങ്ങനെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ശ്രവിക്കുന്ന എല്ലാ മക്കളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനും, ഈശോ പറഞ്ഞില്ലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ സൗഖ്യമുള്ളവരായിത്തീരും. ദൈവത്തിന്റെ വചനത്തിന് നമ്മെ ശുദ്ധീകരിക്കാനും നമ്മെ സുഖപ്പെടുത്താനുമുള്ള ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് രോഗിക്കും ഏത് വ്യക്തിക്കും ഉൾക്കൊള്ളാവുന്ന സ്വീകരിക്കാവുന്ന ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കെ നീ ശുദ്ധിയുള്ളവനും സൗഖ്യമുള്ളവനുമായി തീരുമെന്ന് പറയാണ്. നീ അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നീ ഐശ്വര്യമുള്ളവനായി തീരും. നമ്മൾ അനുസരിക്കുക എന്നുള്ളത് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുക. നീ ദൈവത്തെ അനുസരിക്കാൻ നീ സന്നദ്ധനാണെങ്കിൽ നീ ഐശ്വര്യമുള്ളവനായി തീരുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് മനുഷ്യൻ ദൈവഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഐശ്വര്യമില്ലാത്തവനായി ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നു, ഗതികെട്ടവനായിട്ട് ജീവിക്കേണ്ടി വരുന്നു? അതിന്റെ കാരണം ആ വ്യക്തിയെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോഴാണ് അവൻ ഐശ്വര്യമില്ലാത്തവനും ഗതികെട്ടവനുമായി തീരുന്നത്. എന്ന് മനുഷ്യൻ ദൈവത്തെ അറിയുകയും വിശ്വസിക്കുകയും അവൻ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അവൻ ഐശ്വര്യമുള്ളവനായി തീരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട്. ഒരിക്കല് ഈശോ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. നേരം പുലരുന്ന സമയത്ത് അവിടെ അനേക വള്ളങ്ങൾ കടന്നിരുന്നു. അത് മാത്രമല്ല, ഈ കടൽ തീരത്ത് മീൻ പിടുത്തക്കാരും കച്ചവടക്കാരും വല നന്നാക്കുന്നവരും വള്ളം നന്നാക്കുന്നവരും ഒക്കെ വലിയൊരു സമൂഹമുള്ള സ്ഥലമാണ് ഗനേസരത്ത് തടാക തീരം. അവിടേക്ക് പുലരുന്ന സമയത്ത് ഈശോ കടന്നു ചെന്നപ്പോൾ അവിടെ പത്രോസ് എന്ന് പറയുന്ന ഒരു മുക്കുവ പ്രമാണി വള്ളത്തിലിരുന്ന് തന്റെ വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈശോയെ കാണാനും സൗഖ്യം പ്രാപിക്കാനുമായി അനേക വ്യക്തികൾ, നൂറുകണക്കിന് ആളുകൾ ആ തടാക തീരത്തിലേക്ക് യേശുവിന്റെ പക്കലേക്ക് കടന്നു വരികയാണ്. ഈശോ ആ വന്നവരോട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും അവരുടെ ശാരീരിക മാനസിക ആത്മീയമായ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്ത് അത്ഭുതകരമായി അവരെ സുഖപ്പെടുത്തി. വന്നവരെല്ലാവരെയും ഈശോ ഒരാളെ പോലും വെറുതെ തിരിച്ചയച്ചില്ല. വന്നവർക്കൊക്കെ സൗഖ്യം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് ഈശോ പറയുന്നല്ലോ, അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ യേശുവിന്റെ പക്കലേക്ക് വരിക, യേശു നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. ആ ആശ്വാസം തേടിയിട്ടാണ് മനുഷ്യൻ യേശുവിന്റെ പക്കലേക്ക് വന്നത്. വന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട് സൗഖ്യം പ്രാപിച്ച് മനസ്സിനെ സമാധാനമുള്ളവരായി തിരികെ പോകാനിടയായി. അപ്പോൾ പത്രോസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിനെ ശ്രദ്ധിക്കുകയാണ്. ഇവൻ ആരാണ്? പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവൻ തച്ചന്റെ മകനാണ്, മരപ്പണിക്കാരനാണ്. ആ മരപ്പണിക്കാരനെ ഇതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു സിദ്ധി ദൈവത്തിൽ നിന്ന് കിട്ടിയതാവുന്നെങ്കിൽ പത്രോസ് കരുതിയത്. അങ്ങനെ പത്രോസ് സങ്കടപ്പെട്ടിരിക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് തന്റെ പരിചയ സമ്പത്ത് ഉപയോഗിച്ച് വല വീശിയിട്ട് ഒരു നത്തോലിയെ പോലും ആ വലയ്ക്കുള്ളിൽ കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായനായി തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ മറ്റു വഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയുടെ അമ്മ പോലും പത്രോസിന്റെ വീട്ടിലുണ്ട്, അമ്മായിമ്മ, തന്റെ മക്കള്, മരുമക്കള്, സഹോദരങ്ങള്, അന്ത്രയോസ് ഭാര്യ, പത്രോസിന്റെ അമ്മായിയമ്മ വരെയുള്ള ആ വലിയ കുടുംബത്തെ താങ്ങും തണലുമായിട്ടുള്ള ഏക വ്യക്തി പത്രോസിനെയാണ്. ആ പത്രോസിന്റെ മീൻപിടുത്തത്തിൽ ഒരു മീൻ പോലും അന്ന് കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈശോ ആ പത്രോസിന്റെ വള്ളത്തിലേക്കാണ് ആ കയറി ചെന്നത്. കാരണം അവിടെ അനേക വള്ളങ്ങളുണ്ടെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന നിസ്സഹായനായിട്ടിരിക്കുന്ന പത്രോസിന്റെ വള്ളത്തിലേക്ക് ഈശോ കയറി ചെന്നു. എന്നിട്ട് പത്രോസിന് പറയാണ്, പത്രോസെ വള്ളം അല്പം മുന്നോട്ട് നീക്കുക. അവിടെ നിന്നുകൊണ്ടും ഈശോ സുവിശേഷം പ്രസംഗിച്ചു.
അങ്ങനെയാണ് ഈശോ വന്നവർക്കൊക്കെ സൗഖ്യം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, അവസാനം പത്രോസ് ചിന്തിക്കുക, ഇങ്ങനെ മുഖത്ത് കൈ വെച്ചിട്ട് ഇരിക്കുക, എന്റെ കാര്യം ഈ മനുഷ്യനെ അറിയില്ല. അറിയുമെങ്കിൽ എന്റെ വള്ളത്തിലും മീൻ നിറയ്ക്കാൻ എന്റെ ഏതിന് കഴിയും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശോ പത്രോസിന് പറയാണ്, പത്രോസെ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ആ ഇടത്താണോ നീ എന്നോട് വലയിറക്കാൻ ആവശ്യപ്പെടുന്നത്? അപ്പൊ പത്രോസിനറിയാം ഇത് വെറും ഒരു പാഴ്വേലയായി തീരും. ഒരു വല വീശിയത് ഉണക്കി കേടുപാട് തീർത്ത വലയാണ്. ആ വല വീണ്ടും വെള്ളത്തിലേക്ക് ഇറക്കാനാണ് പറയുന്നത്. അപ്പോ പത്രോസ് ചിന്തിച്ചത്, ഇവൻ പറഞ്ഞത് അനുസരിക്കുക. ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ദൈവം പറഞ്ഞത് അനുസരിക്കുക. ഇവൻ ദൈവമാണെന്നൊന്നും പത്രോസിന് അറിയില്ല. ഇവൻ പറഞ്ഞത് അനുസരിക്കുക, കാരണം അത്ഭുതങ്ങൾ തന്റെ മുമ്പിൽ പ്രവർത്തിച്ചതാണ്. അപ്പൊ പത്രോസ്, എനിക്കറിയാം മീൻപിടുത്തക്കാര് മീൻ വല വീശുന്നത്, മീൻ വെള്ളത്തിൽ ഇങ്ങനെ തളയ്ക്കുന്നത് കാണുമ്പോൾ ആ വല വീശുന്ന ആള് വളരെ വിശാലമായിട്ട് വീശും. മീനൊന്നും ഇല്ലാത്തടത്ത് വീശുമ്പോൾ അത്ര വിശാലത ഉണ്ടാവണമെന്നില്ല. ഇവിടെ മീനില്ലാത്തടത്താണ് പത്രോസ് വല വീശുന്നത്. അവനറിയാം ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നേരം വളർത്തുമ്പോൾ തീരഭാഗത്തൊന്നും വലിയ മീനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇവൻ പറഞ്ഞത് അനുസരിക്കാൻ പത്രോസ് തയ്യാറായി എന്നുള്ളതാണ്. അതാണ് അവനിലുള്ളൊരു ഗുണം. ആള് വല അത്യാവശ്യം വീശി വലിച്ചിട്ട് വല കിട്ടുന്നില്ല. അപ്പൊ അവന്റെ മനോഭാവം മാറി. എന്റെ കഞ്ഞിക്കുള്ള വക ഉണ്ടാകുന്നത് ഈ വല കൊണ്ടാണ്. ഈ വല മുൾപടർപ്പിലോ പാറയിലോ എവിടെ കുടുങ്ങിയിരിക്കാന്ന് വിചാരിച്ച് ആഞ്ഞു വലിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴ് ഇവന്റെ രണ്ട് സുഹൃത്തുക്കളാണ് യാക്കോബ്, യോഹന്നാൻ. അവരെ തീരത്ത് വല നന്നായിക്കൊണ്ടിരിക്കുക. അവരെ വിളിച്ചു, ഇവിടെ മക്കളെ ഒന്ന് വന്നേ, എന്റെ വല കേടായി പോയി, അബദ്ധമാണ് ഞാൻ ചെയ്തത്, നിങ്ങൾ ഒന്ന് വന്ന് സഹായിച്ച വല കയറ്റിയെടുക്കാനായിട്ട്. അവര് വന്ന് ഈശോ വള്ളത്തിൽ നിൽക്കുന്നുണ്ട്. ഈശോ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. ഈശോ ചെയ്യാൻ പോണ കാര്യം പത്രോസിനെ അറിയില്ലായിരുന്നു. അങ്ങനെ മീനില്ലാത്തിടത്ത് വല വീശിയിട്ട് 3 പേര് ചേർന്ന് വല വലിച്ചെടുത്തപ്പോഴ് 2 വള്ളം നിറയെ മത്സ്യം ആ വലയ്ക്കകത്ത് നൽകിയിരുന്നു. പ്രൈസ് ദി ലോർഡ്.